ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ AGP's വേൾഡ്. അപ്പോൾ ഇതേ ഞങ്ങൾ ഈ വെക്കേഷനിൽ ഞങ്ങളുടെ പുറകിലൊരു വണ്ടി കണ്ടിട്ടോ, ആ വണ്ടി അങ്ങ് പോയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് ഈ വെക്കേഷനിൽ ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് പോവാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? തിരുവനന്തപുരം കന്യാകുമാരി. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഞാൻ എൻ്റെ കൊച്ചൻ്റെ വൈഫിൻ്റെ അപ്പനും അമ്മയുണ്ട്, പിന്നെ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് അവരെയൊക്കെ വിളിക്കണം. അപ്പോൾ പോണേക്കുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതെ, എന്നും പറഞ്ഞ പോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വെൽക്കം ടു യുവർ ചാനൽ AGP's വേൾഡ്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. ഇതാട്ടോ നമ്മുടെ ആൻറ്റിയുടെ വീട്. ഇവിടെ നിന്ന് നമ്മൾ ദേ ഈ കുട്ടിപ്പട്ടാളത്തെയൊക്കെ പൊക്കിക്കൊണ്ട് പോകണം. എടോ എല്ലാവരും ഹായ് പറഞ്ഞേ. റിച്ചു ഹായ് പറഞ്ഞേ. റൈച്ചു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പൊ എല്ലാരെയും പൊക്കിക്കൊണ്ടാട്ടോ ഇനി ഇവിടുന്ന് ട്രിപ്പ് പോണേ. ഇവിടെ എല്ലാവരും റെഡി ആവണേ ഉള്ളൂ, ഇപ്പൊ ഇറങ്ങും. അപ്പൊ നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാം. ഇതേ റൈച്ചൂസ് നോക്കണോ. റൈച്ചൂസേ ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞ റൈച്ചൂസേ. അപ്പൊ നമുക്ക് ഇനി പോണ വഴിക്ക് കാണാട്ടോ വിശേഷങ്ങളൊക്കെ. ഇതാട്ടോ നമ്മുടെ വണ്ടി, നമ്മൾ പോണ ട്രിപ്പ് പോണ വണ്ടി രാവൺ ഹോളിഡേയ്സ്. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചത് നോർമൽ ട്രാവലറായിരിക്കുന്നു അല്ലാന്ന് പറഞ്ഞത്, പക്ഷേ ഇത് വെറൈറ്റി വണ്ടി ഇവിടെ പുത്തൻ വണ്ടി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. സെറ്റപ്പ് സീറ്റൊക്കെ ആയിട്ട് വണ്ടിയുടെ കണ്ടോ. പുത്തൻ വണ്ടിയൊക്കെ L17 ആണ്, കണ്ടില്ലേ? വണ്ടി മുറ്റു വണ്ടി. ഇതേ ഗീവർ കൊച്ചിനെയും കൊണ്ട് വല്ല കേട്ടോ. എന്നാടാ പരിപാടി? കൊച്ചിനെ കൊണ്ട് പോവാണോ? കേറിക്കോ കേറിക്കോ. റൈച്ചൂസേ കേറുവോ? റൈച്ചൂസ് എങ്ങനെ കേറണേ നോക്കട്ടെ. കണ്ടോ റൈച്ചൂസ് കയറിയത് കണ്ടോ? റൈച്ചൂസ് എവിടെ വയ്ക്കേ? ഗീറുട്ടാ റൈച്ചൂസ് ഇവിടെ വയ്ക്കേ ഗീറു. അപ്പൊ ബാക്കി നമുക്ക് പോണ വയ്ക്ക് കാണാട്ടാ. ഹായ്, ഇതേ അപ്പൊ ഞങ്ങൾ ട്രിപ്പ് ആരംഭിക്കാണ്. ഹായ്, എല്ലാവരും കൈ കാണിച്ചോ. അപ്പൊ ട്രിപ്പ് ആരംഭിക്കാണ്. അതെ അതെ, എല്ലാവരും ഉണ്ട് കേട്ടോ. അതേ, അയ്യോ അങ്കിളിനെ കാണാൻ പറ്റുള്ള. അതെ, അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ട്രിപ്പ് പോവാണ്. ബാക്കി ശരിക്കും പോണ വഴി കാണാട്ടോ. അപ്പൊ എല്ലാവരും കയറി അങ്ങനെ യാത്ര തുടങ്ങുവാണ്. അപ്പൊ വണ്ടി വിട്ടു. അപ്പൊ വണ്ടി വിട്ടിട്ട് ഇനി ബാക്കി പോണ വഴിക്ക് ഓരോരോ കാഴ്ചകൾ കാണാം. ഇതേ അപ്പൊ എല്ലാവരും ഇരുന്നു, പിള്ളേരായിട്ടും ബാക്കി പോയി. ഇതേ അപ്പൊ യാത്ര തുടങ്ങി. അപ്പൊ പിറമാടത്തുനിന്നുണ്ട് നമ്മളിപ്പോ പോണ. ഊരമ്പലേന്ന് പിറമാടം വന്നു. പിറമാടത്തുനിന്ന് നേരെ പോവാണ്. അപ്പൊ പോണ വഴിക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പോണ വഴിക്കുള്ള എന്തെങ്കിലും കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതേ വണ്ടി പോണു. അപ്പൊ ഈ ചേട്ടനാട്ടോ വണ്ടി ഓടിക്കണേ. ചേട്ടന്റെ പേര് പോളെന്നാണ്. അപ്പൊ ചേട്ടനാണ് വണ്ടി ഓടിക്കണേ. അപ്പൊ എന്തായാലും യാത്ര തുടങ്ങി. ഇത് അരീക്കൽ പോണ വഴിയാട്ടോ. ഇതില് കൊച്ചരീക്കൽ. ഈ വഴിക്കോടെ പോയാൽ മതി, കൊച്ചരീക്കലെത്തും. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ബാക്കി വിശേഷങ്ങൾ പുറകെ കാണാട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഇതേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് വണ്ടി വിടുവാണ്. ഇനിയിപ്പോ ഇതേ പിള്ളേരുണ്ട്. ഹായ് പറഞ്ഞാൽ കേട്ടാ. ഹായ്. റേച്ചു എന്തേ? റേച്ചിന്റെ ബാഗിൽ കൊണ്ട് കിട്ടാ. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കൊള്ളാർന്നു. അത്ര എക്സ്ട്രാ ഓർഡിനറി എന്നല്ലെങ്കിൽ നോർമൽ ഫുഡാ. കഴിക്കാം, രാവിലെ കയറി കഴിക്കാം. പ്യൂർ വെജ് ആണല്ലോ. അപ്പൊ ഇനി ഞങ്ങൾ പോവാണ്. പോണ വഴിക്കുള്ള യാത്രകളൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇനി സ്ട്രേറ്റ് ടു തിരുവനന്തപുരം. അപ്പൊ ഗൈസ്, പന്തളം കഴിഞ്ഞ് അടൂർ എത്താറായപ്പോ ഒന്ന് വണ്ടി സൈഡാക്കിയതാട്ടോ. ഇതുണ്ടോ, ഇവിടുത്തെ ഒരു പമ്പില് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി നിർത്തിയതാണ്. ഞാൻ കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി. അപ്പം ഇടയ്ക്കുള്ള സ്ഥലങ്ങൾ കോട്ടയം കഴിഞ്ഞപ്പോൾ ഒന്ന് ഉറങ്ങി. നല്ല സൂപ്പറായിട്ട് ഉറങ്ങി. വണ്ടിയിൽ ചെത്ത് വണ്ടി കേട്ടോ, പുതിയ വണ്ടി. നമ്മുടെ അടൂർക്ക് എത്താറായിട്ടോ. അപ്പോൾ അടൂർ പന്തളം കഴിഞ്ഞ് അടൂർക്കുള്ള റൂട്ടാണിത്. സൂപ്പർ യാത്രയാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉപയോഗിക്കേണ്ടവർക്ക് പമ്പുകളിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അത് വളരെ ഉപകാരമാണ് പമ്പുകളിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇനി പന്തളം കഴിഞ്ഞിട്ട് അടൂരം കഴിഞ്ഞ് അങ്ങനെ അങ്ങ് പോയി നമ്മൾ ലാസ്റ്റ് തിരുവനന്തപുരമാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇനി ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും തിരുവനന്തപുരം എത്താനായിട്ട്. വഴിയിൽ വലിയ തിരക്കൊന്നും കണ്ടില്ല. അപ്പോൾ പോണ വഴിക്ക് ബാക്കി നമുക്ക് കാണാം കേട്ടോ. അല്ല ഗൈസ്, ഇതേ കാരണമാണ് ജഡായുപ്പാറ. അപ്പോൾ സൂം ചെയ്ത് കാണിക്കേട്ടോ. കുറച്ച് അടിപൊളിയായിട്ട് കാണാമല്ലോ. ജഡായുപ്പാറ ഉണ്ടാ. വ്യൂ മറഞ്ഞു. നമുക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് കാണാട്ടോ.
നമ്മൾ ഈ ട്രിപ്പിൽ അവിടെ കയറുന്നില്ല എങ്കിലും ഇങ്ങനെ കാണാൻ പറ്റും, അടുത്ത് കാണാൻ പറ്റുമല്ലോ, അടുത്തല്ല ഇത്ര. അപ്പൊ ഗൈസ് ദേ ലുലു മാൾ തിരുവനന്തപുരം സൂം ചെയ്ത് കാണിച്ചേട്ടാ. തിരുവനന്തപുരം ലുലു മാളിന് മുമ്പിലാണ് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത്. ലുലു മാൾ ഉണ്ടോ? കണ്ടില്ലേ? ഇതേ കാണുന്നു ലുലു മാള്. കേരളത്തിലെ ഏറ്റവും വലുതാട്ടോ, കൊച്ചിനെ പൊട്ടിച്ച്. ദേടാ ലുലു ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിന് വെച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ലുലുവിന് മുമ്പ് ഇങ്ങനെ പോകാൻ പറ്റിയിട്ടല്ലോ, ലുലു കേറുന്നൊന്നുമില്ല. അപ്പം ആദ്യമായിട്ട് ലുലു പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് കാണാൻ പറ്റി. കണ്ടോ ഗീവറോ? അപ്പൊ ഗൈസ് ഫുഡ് കഴിച്ച് ഇറങ്ങിട്ടോ. അപ്പോൾ വണ്ടി കുറച്ച് ദൂരെ ഇട്ടേക്കണേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കും. അതെ പുറകെ ഫാമിലി ഉണ്ട്, ഫ്രണ്ടിൽ കൊച്ചും ഡ്രൈവറായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിത് തിരുവനന്തപുരത്തിൻ്റെ വഴിയോര വീതികളിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. നല്ല കാറ്റുണ്ട്, കുഴപ്പമില്ല, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് നല്ല സുഖമായിട്ട് നടക്കാൻ. ഞാൻ ബാക്കി ഇവിടുത്തെ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഇതാണ് തിരുവനന്തപുരത്തെ കാഴ്ചകൾ കേട്ടോ. ഇത് നമ്മളിങ്ങനെ തിരുവനന്തപുരത്തെ റോഡ് സൈഡിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഇത് കണ്ടില്ലേ, പുത്തൻകോട്ട തിരുനാരായണപുരം ശിവക്ഷേത്രത്തിൽ ഇവിടെ കേട്ടോ ഒരു ചേട്ടൻ അത് വരുന്നൊരു കട്ട് ചെയ്യണതിൻ്റെ സൗണ്ട്. ഓ, അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആണ് തിരുവനന്തപുരത്തായിട്ട് ഇങ്ങനെ നടക്കണത്. ഇതുവരെ നടക്കാനൊന്നും പറ്റിയിട്ടില്ല ഇങ്ങനെ. കാരണം തിരുവനന്തപുരത്ത് വന്ന് അങ്ങനെ വളരെ റെയറായിട്ട് വരാറുള്ളൂ. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാർക്ക് പിടിക്കാറുള്ളൂ. തിരുവനന്തപുരം അങ്ങനെ വളരെ റെയർ, 2-3 തവണ ആകെ വന്നിട്ടുള്ളൂ, 3-4 തവണ മാക്സിമം. ഇപ്രാവശ്യം ഇങ്ങനെ ഒന്ന് വരാൻ പറ്റി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തത് റൂമിൽ ചെല്ലും. റൂമിൽ ചെന്നിട്ട് റൂമിലെ കാഴ്ചകൾ കാണിച്ചു തരാം. പിന്നെ കോവളത്തേക്കാണ് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോവളം ബീച്ചും കാണിച്ചു തരാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. കോവളം ബീച്ചിലും പോയിട്ട് നമ്മൾ റൂമിൽ പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവാണ്. വണ്ടിയുടെ അടുത്തെത്തി, ഇതേ ഇറങ്ങണം വണ്ടി. അപ്പോൾ നമ്മൾ വണ്ടി കയറി ഞാൻ റൂമിലേക്ക് പോട്ടെ. റൂമിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും റൂം എങ്ങനെ ഉണ്ടെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് പുറത്ത് ചാടിയിട്ടാണ്. ഇല്ലെങ്കിൽ വീട് തപ്പി നടക്കുവാണത്. ഇതുപോലൊരു സ്ഥലത്താണ് തിരുവനന്തപുരത്ത് വന്നിട്ട് വീട് എടുത്ത് കണ്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതേ വണ്ടി ഇട്ടാണ് സ്ഥലം കാണിച്ചു തരാം കേട്ടോ. വണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞു വരില്ല കേട്ടോ, കാരണം കുറച്ച് വലിയ വണ്ടിയല്ലേ. ഇതിവിടെ വണ്ടി ഇങ്ങനെ കിടക്കും, ഇവിടെ തിരിഞ്ഞു വരില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മളിവിടെ ഇറങ്ങിയിട്ട് തിരുവനന്തപുരത്തെ വീതികളിൽ കൂടി തെര നടക്കുകയാണ്. ഇടവഴികൾ എക്സ്പ്ലോർ ചെയ്യുന്നു. തിരുവനന്തപുരത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു വഴിക്കൂടെ നടക്കുന്നു. നിങ്ങൾ ആരെങ്കിലും നടന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോയുടെ അടിയിൽ കേട്ടോ. ഇതൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതേ എല്ലാവരും ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ടോ? ഞാനിങ്ങനെ ബാക്കിൽ നടന്നു പോകുന്നു. അപ്പോൾ വീട് തപ്പിയാണ് പോണേ. ഇനി നമുക്ക് വീട് കണ്ടുപിടിക്കണം. അവിടെ തൊട്ടടുത്താന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് വീട് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് വീട്ടിൽ നിന്ന് പുറത്താടിട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് കിഴക്കേക്കോട്ട, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ പോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കോവളം പോയി, കോവളം കൂടെ കറങ്ങി അടിച്ചാണ് തിരിച്ചു വരുള്ളൂ കേട്ടോ. അപ്പൊ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പൊ സ്ട്രൈറ്റ് ടു ക്ഷേത്രം. അപ്പൊ ഗൈസ് ദേ നമ്മള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ പോവാണ്. അപ്പോൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെ നടന്നാട്ടോ പോണേ. കാണിച്ചു തരാം കേട്ടോ. എന്താ നമ്മുടെ ബാക്കിൽ കാണാനാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അപ്പോൾ ഇനി ഫ്രണ്ട് ക്യാമറ എടുത്ത് കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക്. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്നു പോവാണ്. ഫാമിലി ഉണ്ട്, അവർ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. നല്ല വെയിലാണ്, അതുകൊണ്ട് കണ്ണീനൊക്കെ ഇങ്ങനെ വെള്ളം വേണ്ടിട്ടോ. എനിവേ അപ്പം ഗൈസ് ഈ കാണുന്നതാണ് ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ അറിയാൻ പാടില്ല. ഇവിടെ ഒരു മേത്തമ്മണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മേത്തമ്മണി അടിക്കണതൊക്കെ നല്ല ഭംഗിയാണ്. ചെറുപ്പത്തിൽ ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് മേത്തമ്മണി അടിക്കണതൊക്കെ. ഇപ്പോൾ അത് കാണാൻ പറ്റുമോ അറിയാൻ പാടില്ല. എന്തായാലും നമ്മളിങ്ങനെ പോയി നോക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇവിടം വരെ വീഡിയോ അലൗഡ് ഉള്ളൂ. അത് കഴിഞ്ഞ് വീഡിയോ അലൗഡ് അല്ല. അപ്പോൾ ഇവിടെ നിർത്തുക കേട്ടോ. അപ്പോൾ ഇത് അമ്പലക്കുളം ഉണ്ടോ നിങ്ങൾ കാണുന്നത്? ഇത് അമ്പലക്കുളം. ഇത് അമ്പലത്തിലെ വ്യൂകളാട്ടോ കാണുന്നത്. ഇത് ഇതാണ് അമ്പലത്തിലെ വ്യൂസ്. നമ്മളിവിടെ ഇറങ്ങിയില്ല കേട്ടോ. അപ്പൊ നമ്മള് പുറത്തേക്ക് പോവാണ്. നല്ല വെയിലാണ്. ഇപ്പൊ ഇവിടെ ഇറങ്ങാറില്ല, ഞങ്ങൾ പോവാട്ടോ. അപ്പൊ ഗൈസ് നമ്മള് സൂവിന്റെ അകത്ത് വന്നു കേട്ടോ. സൂ ഇപ്പൊ തന്നെ ക്ലോസ് ആവും. ചുമ്മാ ഇതിലെ കയറി കറങ്ങി അടിച്ച് ഇറക്കാം. ഒരു മ്യൂസിക് ഒക്കെ ഉണ്ട്, ചുമ്മാ കാണാം.
പിള്ളേരെയും കൊണ്ട് ചുമ്മാ വന്നിട്ട് ഇവിടെ ഒന്നിരിക്കാം, അതിനുവേണ്ടി വന്നാ. എന്തായാലും സൂപ്പ് ക്ലോസ് ആവും, അതുകൊണ്ട് സൂ മുഴുവൻ കയറി കാണാൻ പറ്റും തോന്നല്ല. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഇവിടെ ഇങ്ങനെ ഒരു പാർക്ക് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിരുന്ന് വിശ്രമിക്കേണ്ടത്. നല്ല തണലാട്ടോ, നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. ഡാഡി ഇതാ ജിനോ, എൻ്റെ കയ്യിലേക്ക് ഇട്ടോ, ഇങ്ങനെ ഇട്ടോ. കുറച്ച് കടല കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്താ ചിരിക്കണേ? കടല എന്നോട് ചിരിക്കണേ എന്തിനാ? ഗീവറു, നിങ്ങൾ എങ്ങനെ ഓടിപ്പോണേ? കേറി നോക്ക്. ഇനി ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാലോ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാട്ടോ, വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി എന്തായാലും സൂര്യ കയറി മൃഗങ്ങളെ കാണാൻ ടൈം കഴിഞ്ഞിട്ടുണ്ട്, കാണാൻ പറ്റും തോന്നല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വിശ്രമിച്ചിരിക്കാം. റിച്ചു ആൻഡ് ഗീവർ ഇങ്ങനെ തിരിഞ്ഞേ. റിച്ചു ആൻഡ് ഗീവർ, റിച്ചു ഒരു ഹായ് ആഞ്ചി. ഹായ്. ഇവിടെ പൂക്കൾ പറിക്കരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പൂക്കൾ പറിക്കുന്നത് ശിക്ഷാർഹമാണ്, ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതിൽ നടന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ഈ കാണാൻ കേട്ടോ മ്യൂസിയം. ദേ കണ്ടോ, അപ്പം ഇതാണ് മ്യൂസിയം. അപ്പം മ്യൂസിയത്തിൻ്റെ അകത്ത് കയറാൻ പറ്റുമോയെന്നറിയില്ല, എന്നാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. അമ്മ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ? കയറാൻ പറ്റുമോ? ഇവിടെ എങ്ങനെ നോക്കണേ? ഇവിടെ എന്നാ കുഞ്ഞാപ്പി? ഓ ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. അതെ ഗീവറു ഇവിടെ നോക്കി, എവിടെ നോക്കിയടാ റിച്ചു? അതെന്നെ കാണിക്കണേ? ഇതാ നിങ്ങളുടെ അല്ലേ ഇത് എടുക്കണം. അതെ മ്യൂസിയത്തിലേക്ക് ക്ലോസ് ആയിട്ട് വന്നു. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലെഫ്റ്റൊക്കെ പോയി വേറെ ഭയങ്കര ലെഫ്റ്റിലേക്ക് വാ. ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് ഇങ്ങനെ കണ്ടുപോകാട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ടിക്കറ്റ് എടുത്തില്ലല്ലോ. ഇതൊരു നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ. നമുക്ക് ഇങ്ങനെ നടന്ന് മ്യൂസിയം, സൂ ഉണ്ടായിരുന്നു, സൂ കൂടെ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി കുഡിന്റ് ഏബിൾ ടു റീച്ച് ഓൺ ടൈം. സോ സൂ കാണാൻ പറ്റിയില്ല, നോ പ്രോബ്ലം. ബട്ട് നമ്മളിത് ഇങ്ങനെ വെക്കുമ്പോഴാട്ടോ നമുക്ക് ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. മറ്റേ രീതി പോകുമ്പോൾ നമുക്ക് ഒട്ടും ലൈറ്റ് ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ബാക്കിലോട്ട് ചുമ്മാ നടക്കാം കേട്ടോ. തിരിയാ ലൈറ്റ് ഇപ്പോൾ കട്ടാവും. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് ഫോട്ടോസ് ചില സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ വ്യൂസ് ഇത്രയൊക്കെ ഉള്ളൂ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിത് കോവളം ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരയുണ്ട്, കാണിച്ചു തരട്ടെ, എൻ്റെ പുറകിലായിട്ട് കാണിച്ചു തരാം. നല്ല തിരമാലയൊക്കെ ഉണ്ട്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. നിങ്ങൾ നോക്കിയാൽ നല്ല തിരയാണ്, അടിപൊളി തിരയാണ്, നല്ല സൗണ്ടും. സൺസെറ്റിനുള്ള പരിപാടിയാണ് ഇത്. നല്ല ക്ലൈമറ്റ് ആട്ടോ, നല്ല കാറ്റുണ്ട്. ഇതെല്ലാവരും ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ പേര് വിശ്രമിക്കുന്നുണ്ട്, കുറേ പേര് വെള്ളത്തിൽ കിടപ്പുണ്ട്. ഇതിവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇതാണ് കോവളം ബീച്ചിൻ്റെ ഒരു സൈഡ് കേട്ടോ. നോക്കി അടിപൊളി വ്യൂ ആണ്. അതെ സൺസെറ്റ് ആകുമ്പോഴാണ്, സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ല തിരയുണ്ട് ഗൈസ്. ഇതുണ്ട് ഇവിടെ പിള്ളേർ ഇതേ കുഴിയൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ കളിക്കണ്ടേ. ഇതെന്താ ഉണ്ടാക്കണേ? കുഴിക്കണാ? ഇതെന്ത് ഉണ്ടാക്കി ഞാൻ ഇതൊക്കെ കുത്തിയിട്ട് ഇതേ
ചുമ്മാ ഒരു ഇത് പിള്ളേർ ഇവിടെ ഓരോന്നൊക്കെ ഉണ്ടാക്കി അവർ എൻജോയ് ചെയ്യണ്ട കേട്ടോ. ഇതേ കുറേ പേര് വെള്ളത്തിൽ കിടക്കണം. സൺസെറ്റ് ആവാൻ പോവാണ്. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് കോവളത്തെ വിശേഷങ്ങൾ. കണ്ടില്ലേ? ഇനിയിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പിള്ളേർ പറയണ്ട്. അവർ കാല് നിന്ന് നനയ്ക്കായിരിക്കും, അല്ലാണ്ട് ഫുള്ളായിട്ട് ഇറക്കണില്ല. അപ്പൊ കണ്ടില്ലേ ബാക്കിൽ എന്തോരം തിര അടിച്ചു വന്നാന്ന് നോക്കി. അപ്പൊ ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിവേ ഇതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മാറണനുസരിച്ച് ലൈറ്റിൻ്റെ ഇതനുസരിച്ച് ഫേസിലേക്ക് വന്ന ലൈറ്റിൻ്റെ ചെറിയ വ്യത്യാസം പറ്റും, ഷെയ്ഡ് മാറുന്നുണ്ട്. അപ്പം എന്തായാലും സംഭവം പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടുത്തെ ഒന്ന് കാണിക്കാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാട്ടോ. ഞാൻ പിള്ളേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിലേക്ക്, കാല് നനയ്ക്കാനാന്ന് പറഞ്ഞാൽ നോക്കി നിങ്ങൾ നോക്കി അവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം വരുമ്പോൾ കാല് നനയ്ക്കാനാന്ന് പറഞ്ഞ് അവർ ഇറങ്ങിയതാട്ടോ. അതെ റേറ്റ് ജ്യൂസ് കയറിപ്പോരാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല മനോഹരമായ വ്യൂ ഉണ്ട്. അതെ നോക്കി. അപ്പോൾ ട്രിവാൻഡ്രം ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇനി കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് പാർട്സ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പറഞ്ഞ കുഞ്ഞാബി അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡ് ഓഫ് ചെയ്യുന്നു. നാളെ രാവിലെ നമ്മൾ കോവളം പോവാണ്. അല്ല കോവളം അല്ല കേട്ടോ, കന്യാകുമാരി പോവാണ്. അപ്പോൾ ആ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ബൈ ഫ്രം എജിപി.